അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, എല്ലാ വർഷവും നടക്കുന്ന പോലെ അസാസിൻ്റെ മാലിക്കി ഫെസ്റ്റ് ഈ വരുന്ന 2026 ജനുവരി 6-7 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. വളരെ മനോഹരവും കാലിക പ്രസക്തവുമായ ഒരു പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ പ്രമേയം ആലത്തിനാധാരം അകലല്ലയോ എന്ന ചോദ്യം ഉയർത്തുന്നത്. നമ്മുടെ പുതിയ കാലത്തിന് നിയോ ലിബറലിസമൊക്കെ വളർന്നു വരുന്ന ഒരു പുതിയ സമയത്ത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് കുടുംബത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. കുടുംബം ജീവിതത്തിൻ്റെയും സംസ്കൃതിയുടെയും ആധാരമായി നിൽക്കെ ആ കുടുംബത്തെ നിരാകരിക്കണം എന്ന് പറയുന്ന പുതിയ കാലത്തെ ചിന്തകൾ വളർന്നു വരികയാണ്. കുടുംബം ഒരു ഭാരമാണ്, ഒരു ബേർഡനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെ എല്ലാ സുഖലോലുപതയും യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വൈര്യവിഹാരം നടത്തേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന പുതിയ കാലത്തിൻ്റെ മുമ്പിൽ നിന്നാണ് കുടുംബത്തിലേക്കുള്ളൊരു മടക്കത്തെക്കുറിച്ച് ഈ പ്രമേയം ആലോചിക്കുന്നത്. കുടുംബം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ഒക്കെ ഏറ്റവും അടിസ്ഥാനപരമായ സമൂഹ യൂണിറ്റായി നിൽക്കുകയാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് തന്നെ കുടുംബമാണ്. കുടുംബം പ്രണയം, സമാധാനം, കരുതൽ എല്ലാം കൂടിച്ചേരുന്ന എല്ലാ മാനുഷികമായ നന്മയുടെ വികാരങ്ങൾക്കും കുടുംബത്തിലാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരുന്നത്. ഒരു സമൂഹ സൃഷ്ടി, അത് സ്വാഭാവികമായും അത് രാജ്യം, ലോകം എന്ന അവസ്ഥയിലേക്കൊക്കെ വളരുന്നു. അവിടെ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞിന് കിട്ടേണ്ട അവൻ്റെ വൈകാരികമായ പിന്തുണയാകട്ടെ, അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ തലങ്ങളിലുമുള്ള പിന്തുണയാകട്ടെ, അതെല്ലാം നൽകപ്പെടുന്നത് കുടുംബത്തിൻ്റെ തണലാണ്. മാതാവ്, പിതാവ് എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്ങ്ങൾ, രണ്ട് ഘടകങ്ങൾ, അതാണ് പലപ്പോഴും കുടുംബത്തെ നിയാമിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അവിടെ നിന്ന് തുടങ്ങി മകനായി മകളായി പിന്നെ വീണ്ടും ആ ചക്രം, ആ സംസാരചക്രം എന്ന പോലെ വീണ്ടും അത് തിരിയുന്നു. വീണ്ടും ഒരു പുതിയ കുടുംബം രൂപീകരിക്കപ്പെടുന്നു. പക്ഷെ അവിടെ കിട്ടുന്നത് വലിയ സുരക്ഷിതത്വബോധമാണ്. സഹോദരങ്ങൾ, കുടുംബങ്ങൾ വീണ്ടും അതിങ്ങനെ കൂടുതൽ കൂടുതൽ പ്രവൃദ്ധമായി വളരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ഗോത്രങ്ങൾ എന്നിങ്ങനെയായി വളർന്നു വരുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റക്കല്ല എന്ന് തോന്നിപ്പോകുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു മാനവിക പിന്തുണ ലഭ്യമാകുന്നത് അങ്ങനെ കുടുംബത്തിൽ നിന്നാണ്. ഇപ്പോൾ പുതിയ കാലത്ത് ഈ കുടുംബ നിരാകരണം വല്ലാതെ വളരുകയാണ്. ഈ ഡിമോളിഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ഒരു മാക്സിൻ എംഗൽസ് സിദ്ധാന്തമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ ഈ പുതിയ കാലത്തെ നവ ലിബറൽ ചിന്തയുടെയും കൂടി ഭാഗമാവുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എപ്പോഴോ ഒരു സാമാന്യം ഒരു ജന്തുവർഗത്തെ പോലെ തൻ്റെ വൈകാരിക പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം സമീപിക്കുന്ന ഒന്നായി സ്ത്രീ പുരുഷ ജീവിതങ്ങളെ കാണേണ്ടി വരുന്നിടത്ത് ഏറ്റവും പ്രധാനമായി നഷ്ടപ്പെടുന്നത് ശിശു സംരക്ഷണം എന്ന് പറയുന്ന ഒന്നാണ്. ചൈൽഡ് വെൽബീയിങ്, അതൊരു ശിശുവിൻ്റെ ഒരു ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായിരിക്കെ തന്നെ ആ അവകാശം നിഷേധിക്കപ്പെടുന്നു. മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാലൊരാളുടെയോ വേണ്ടത്ര സംരക്ഷണമോ കരുതലോ വൈകാരികമായ പിന്തുണയോ ലഭ്യമാകാതെ വളരുന്ന ഒരു സാഹചര്യം മനുഷ്യ വ്യക്തിത്വത്തെ പൂർണ്ണമായും അരക്ഷിതമാക്കുന്നുവെന്നത് പഠനങ്ങൾ തെളിയിച്ച ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയോ ജീവിച്ചു പോവുക എന്നതല്ല, ഈ പറയപ്പെടുന്ന കുടുംബമെന്ന് പറയുന്നൊരു സാംസ്കാരിക കൂട്ടായ്മയിൽ നിന്ന് വളരുക എന്നതാണ് വളരെ പ്രധാനമായി വരുന്നത്. അതുകൊണ്ടാണ് ഒരു സാംസ്കാരിക നിർമ്മിതിയുടെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റായി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കെയർ, ലവ്, കൈൻഡ്നസ്, കമ്പാഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത് കുടുംബത്തെയാണ്. ഇന്ത്യയുടെ പ്രഗത്ഭനായ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന APJ അബുൽ കലാം, അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഓൺലി എ യുണൈറ്റഡ് ആൻഡ് ഹെൽത്തി ഫാമിലി ക്യാൻ ലീഡ് ദ ബർത്ത് ഓഫ് എ സ്ട്രോങ് നേഷൻ എന്നാണ്. ഒരു രാജ്യം സുസംഘടിതമാകണമെങ്കിൽ പോലും സന്തുഷ്ടവും ഏകീകൃതവുമായൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണമെന്നാണ്. ഒരു മനുഷ്യ വ്യക്തിയുടെ സാംസ്കാരികമായ നിർമ്മിതിയുടെ അടിസ്ഥാനപരമായ അതിൻ്റെ സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ കുടുംബമാണെന്ന് നമുക്ക് വ്യക്തമാകാലോ. ഈ അർത്ഥത്തിൽ കുടുംബത്തെ വൈകാരികമായി,
അതോടൊപ്പം തന്നെ സാമ്പത്തികമായി എല്ലാം നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു ചിന്തയെ ഈ ഫെസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. വലിയ വിശാലമായ അർത്ഥത്തിൽ കുറേ കൂടി വ്യാപ്തമായ ഒട്ടേറെ മുഖങ്ങളുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ കുട്ടികൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റ് സമകാലിക ചിന്തയുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്കായി ഈ പ്രമേയത്തിൻ്റെ ചർച്ചയെ ഞാനിവിടെ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.